ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെൽത്തി ഡിപ്പ് ഉണ്ടാക്കിയാലോ? ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിപ്പാണിത്. സാലഡിലേക്കുള്ള ഡ്രസ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്പായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 ചീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചീസ് സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3-4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. 3 മുതൽ 5 എണ്ണം വരെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്താൽ നല്ല എരിയായിരിക്കും. അപ്പോൾ 3 എണ്ണം മതിയെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വറ്റൽമുളക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ തണ്ട് റിമൂവ് ചെയ്തിട്ടാണ് മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സീഡും റിമൂവ് ചെയ്യാം. അധികം എരിവ് വേണ്ടാത്തവർക്ക് അതിൻ്റെ സീഡും കൂടെ റിമൂവ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചീസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റ് എല്ലാം കൂടെ ബാലൻസ് ആയിട്ട് വരാനാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ബ്ലെൻഡറിൽ ഇട്ട് നല്ല സ്മൂത്തായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അതനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ വറ്റൽമുളക് ഇടാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം കുറച്ച് കുരുമുളക് പൊടി ഇട്ടാലും മതി. അപ്പോൾ ഈ ഡിപ്പിന് റെഡിഷ് കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളർ കിട്ടും. അപ്പോൾ വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഡിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെയോ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുകൂടാതെ സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ ഒരു സോസായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി വരും വരെ ബൈ.